ഹമാസിന്റെ ശേഷിക്കുന്ന നേതാക്കന്മാരെ കൊന്നുതള്ളാൻ ഖത്തറിൽ കയറി ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ അറബ് ഇസ്ലാമിക ലോകത്ത് കടുത്ത അസ്വസ്ഥത പടരുന്നതിനിടെ ലോകത്തിലെ സകല മുസ്ലിം രാജ്യങ്ങളുടെയും നേതാക്കന്മാരെല്ലാം ഖത്തറിൽ തന്നെ സംഗമിച്ച് ഇസ്രായേലിനെതിരെ ഒന്നിച്ച് നീങ്ങാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 9 ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിനെ ചുറ്റിപ്പറ്റി വ്യക്തമായ ന്യായീകരണമുണ്ട് എങ്കിലും അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമെന്ന നിലയിൽ സ്വാധീനമുണ്ടായിരുന്ന ഖത്തറിന് അത് ഏൽപ്പിച്ചിരിക്കുന്നത് കടുത്ത അപമാനം തന്നെയാണ്. മാത്രമല്ല, ഖത്തർ ആക്രമണം അറബ് രാജ്യങ്ങൾക്കാകമാനം എതിരെയുള്ളതാണ് എന്ന നിഗമനത്തിൽ ആക്രമണം ഉണ്ടായ അതേ ദോഹയിൽ തന്നെ ഒത്തുകൂടിയാണ് അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കന്മാർ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. GCC രാജ്യങ്ങളും അറബ് ലീഗ് രാജ്യങ്ങളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ രാജ്യങ്ങളും അടക്കം 60ഓളം രാജ്യങ്ങൾ ദോഹ ഉച്ചകോടിയിൽ സംഗമിച്ചിരുന്നു. ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഖമേനി നിലവിളിച്ചത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ ഒന്നിച്ച് നിൽക്കണമെന്നതായിരുന്നു. കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ഒത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഇവരെല്ലാം വട്ടം കൂടി സയണിസ്റ്റ് വിരുദ്ധ തിട്ടൂരത്തിൽ ഒപ്പിട്ട് ഇസ്രായേലിനിട്ട് എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സൗദി രാജകുമാരനും തുർക്കി ഏകാധിപതി എർദുഗാനും ഇറാനിയൻ പ്രസിഡന്റ് പെസഷ്കിയാനും ഒക്കെ ഈ ഉച്ചകോടിയിൽ സന്നിഹിതരായിരുന്നു. എന്നാൽ 5 വർഷം മുൻപ് ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് എബ്രഹാം കരാറിൽ ഒപ്പുവെച്ച UAE, ബഹ്റൈൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തില്ല. പശ്ചിമേഷ്യയിലേക്കുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ഒരു സംയുക്ത സൈന്യത്തെ രംഗത്തിറക്കാനുള്ള തീരുമാനമാണ് അറബ് രാജ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കണമെന്നും ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം അടുത്ത മുസ്ലിം രാഷ്ട്രമായിരിക്കുമെന്നുമുള്ള ആശങ്കയും അറബ് മുസ്ലിം നേതാക്കൾ മുന്നോട്ട് വെച്ചു. എന്നാൽ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുകൂടി പ്രമേയം പാസാക്കിയെങ്കിലും അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ഇസ്രായേൽ തങ്ങളുടെ മിഷൻ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് അറിവൊന്നുമില്ല എന്നും ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്നും എന്നാൽ ഹമാസിനെ തീർക്കാൻ നെതന്യാഹു അവരെ പിന്തുടരുമെന്നും ഓവൽ ഓഫീസിൽ വെച്ച് പത്രക്കാരോട് ട്രംപ് പ്രസ്താവിച്ചുവെങ്കിലും അറബ് ഉച്ചകോടി നടക്കുന്ന അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ ഇസ്രായേലിലെത്തി നെതന്യാഹുവുമായി സംയുക്ത പത്രസമ്മേളനം നടത്തിയപ്പോൾ ഖത്തർ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നു എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അതേസമയം ട്രംപ് ഖത്തറിന് നൽകിയ ഉറപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അനിവാര്യമെങ്കിൽ ഇനിയും ഖത്തറിനെ ആക്രമിക്കുമെന്ന് നെതന്യാഹു ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷയ്ക്ക് വിഘാതമായി ലോകത്ത് ഏത് രാജ്യത്ത് ഭീകരന്മാർ പതിയിരുന്നാലും തങ്ങൾ അവിടെ എത്തുക തന്നെ ചെയ്യും, അതിന് ഖത്തറിന് പ്രത്യേക പരിഗണന നൽകാനാകില്ലെന്നുമുള്ള കാര്യമാണ് നെതന്യാഹു ഊന്നിപ്പറഞ്ഞത്. ഏതായാലും അടുത്ത ആക്രമണം ഹമാസ് തീവ്രവാദി നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്ന തങ്ങൾക്കിട്ട് ആയിരിക്കും എന്ന ഒരു വല്ലാത്ത ഭയം ഇപ്പോൾ തുർക്കിയെ അങ്ങ് വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പലസ്തീൻ ജനതയ്ക്കെതിരായ നടപടികൾ ഇസ്രായേൽ തുടരുന്നത് തടയാൻ സാധ്യമായ എല്ലാ നിയമപരവും ഫലപ്രദവുമായ നടപടികളും സ്വീകരിക്കാൻ ദോഹ ഉച്ചകോടിയിൽ പ്രമേയം പാസാക്കുമ്പോൾ തന്നെ ഗാസ യുദ്ധം കടുപ്പിച്ച് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തങ്ങൾ തയ്യാറല്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ സകലതും തകർത്ത് തരിപ്പണമാക്കുകയാണിപ്പോൾ. കേവലം ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിൻ്റെ 2ാം വാർഷികം എത്തും. അതിനു മുൻപ് കാര്യങ്ങൾക്ക് തീർപ്പ് ഉണ്ടാക്കാനാണ് നെതന്യാഹുവിൻ്റെ തീരുമാനം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.